ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലു അർജുൻ നായകനായി സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ചിത്രത്തിന്റെ പ്രീമിയർ ഷോയ്ക്കിടയിൽ ഉണ്ടായ തെക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരണമടഞ്ഞതിനെ തുടർന്ന് ഇന്നലെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടെ തന്നെ ജാമ്യം ലഭിച്ച അല്ലു ഇന്ന് രാവിലെയോടെ ജയിൽ മോചിതനാവുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ കൊണ്ടാവാൻ 2 ദിവസമായി ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ സംബന്ധമായ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. അതേസമയം ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച വരെ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 1105 കോടി രൂപ കളക്ട് ചെയ്തു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 65 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അപ്പോൾ ആദ്യ 10 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 1170 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നാളെ 11ാം ദിവസമായ ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1200 കോടിക്ക് മുകളിൽ എത്തിച്ചേരുമെന്നും ഉറപ്പാണ്. 600 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടതും ഏകദേശം 600 കോടി റേഞ്ചിൽ തന്നെയാണ്. നാളെ ഞായറാഴ്ചയോടെ 1200 കോടിക്ക് മുകളിൽ കളക്ഷനിൽ എത്തിച്ചേരുന്ന ഈ സിനിമ തിയേറ്റർ ലെവലിലായാലും ബഡ്ജറ്റ് ലെവലിലായാലും ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കുന്നതാണ്. ഇനി ആദ്യ ദിവസം മുതൽ തന്നെ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത കേരളത്തിലെ കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 15 കോടി 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 8ാം ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 42 ലക്ഷം രൂപയായിരുന്നു. അതേസമയം 9ാം ദിവസമായ വെള്ളിയാഴ്ച വീണ്ടും കളക്ഷനിൽ ഇടിവ് സംഭവിച്ചു. 32 ലക്ഷം രൂപയാണ് ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത്. അതേസമയം 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷനിൽ വർധനവാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് ഈ സിനിമ കേരള കളക്ഷനായി 55 ലക്ഷത്തോളം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ഈ സിനിമ കേരള കളക്ഷനായി 16 കോടി 25 ലക്ഷത്തോളം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ നവംബർ മാസം തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ് സൂക്ഷ്മദർശിനി. ബേസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ പ്രധാന വേഷത്തിലെത്തി MC ജിതിൻ സംവിധാനം ചെയ്ത് നവംബർ 22 തിയേറ്ററിലെത്തിയ ഈ സിനിമ 25ാം ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നിലവിൽ 25 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 32 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 60 ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. നിലവിൽ കേരള കളക്ഷൻ 25-26 കോടി റേഞ്ചിൽ എത്തി നിൽക്കുന്ന ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 31 കോടിക്ക് മുകളിലുമാണ്. നിലവിൽ സൂക്ഷ്മദർശിനി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 53-54 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുമുണ്ട്. നവംബർ 21 തിയേറ്ററിലെത്തി മികച്ച ഹോളിലൂടെ മുന്നേറുന്ന മലയാള സിനിമയാണ് ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളെ വൈശാഖരൻ സംവിധാനം ചെയ്ത ഈ ഹൊറർ ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് സിനിമ മികച്ച അഭിപ്രായമായിരുന്നു നേടിയെടുത്തത്. കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ ഏകദേശം 113ഓളം സ്ക്രീനുകളായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ 4ാം വാരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 123 സ്ക്രീനിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. എന്നാൽ ഈ ചിത്രം തിയേറ്ററിലെത്തി 24 ദിവസം പിന്നിടുമ്പോഴും നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുമില്ല. ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി 15 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് ശനിയാഴ്ച 23 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുമുണ്ട്, മികച്ച പ്രചാരണം ലഭിക്കുന്നുമുണ്ട്. പക്ഷേ ഇതുവരെയായും ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുമില്ല. രാം ചരൺ ഇരട്ടവേഷത്തിൽ അഭിനയിക്കുന്ന S. ശങ്കർ സംവിധാനം ചെയ്യുന്ന ഗെയിം ചേഞ്ചർ ജനുവരി 10 തിയേറ്ററിലെത്തുന്നത്. കാർത്തിക് സുബ്രാജ് തിരക്കഥ എഴുതുന്ന ഈ തെലുങ്ക് ഭാഷ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ S.J. സൂര്യ, കിയാര അദ്വാനി, അഞ്ജലി, സമുദ്രകനി, ശ്രീകാന്ത്, പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലും വമ്പൻ റിലീസിന് ഒരുങ്ങുന്ന ഈ സിനിമയുടെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് E4 മൂവീസ് ആണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഈ മാസം ഡിസംബർ 31 റിലീസ് ചെയ്യും എന്ന അഭ്യൂഹവും പുറത്തു വന്നിട്ടുണ്ട്. 2025 ജനുവരി മാസത്തിൽ റിലീസിംഗ് പ്ലാൻ ചെയ്തിരുന്ന 3 മലയാള സിനിമകളുടെ തീയതികളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ടോവിനോ തോമസ് നായകനെ അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഐഡന്റിറ്റി എന്ന സിനിമ ജനുവരി 2 റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ ജനുവരി 9 ഈ സിനിമയുടെ റിലീസിംഗ് മാറ്റും എന്ന വാർത്ത വന്നിരുന്നു. തൃഷ, വിനയ് റായ്, മഡോണ സെബാസ്റ്റ്യൻ, ഗൗതം വാസുദേവ മേനോൻ, അജു വർഗീസ്, സൈജു കുറുപ്പ്, റീബ മോണിക്ക ജോൺ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ. ആസിഫ് അലി നായകനായി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് രേഖാചിത്രം. അനശ്വര രാജൻ, ജഗദീഷ്, മനോജ് കെ ജയൻ എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമയുടെ റിലീസിംഗ് തീയതിയിൽ മാറ്റം വരില്ല എന്ന വിവരം നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ജനുവരി 9 ഈ സിനിമ തിയേറ്ററിലെത്തുന്നത്. അതേസമയം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെറ്റ്സിന്റെ റിലീസിംഗ് തീയതിയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ വന്നിരുന്ന വാർത്തകൾ പ്രകാരം ജനുവരി 9 ഈ സിനിമയുടെ റിലീസിംഗ്. ഇപ്പോൾ ജനുവരി 23 ഈ സിനിമയുടെ റിലീസിംഗ് തീയതി മാറ്റിയിരിക്കുകയാണ്. ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷ്, ലെന സിദ്ദീഖ്, വിജയ് ബാബു, വിജി വെങ്കടേഷ് എന്നിവരാണ് അഭിനയിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.